ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന 119 സങ്കീർത്തനം, അതിൻ്റെ 71 മുതൽ 73 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനം ഇപ്രകാരമാണ്: ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചല്ലോ. ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം. അവിടുത്തെ കരം എനിക്ക് രൂപം നൽകി, അങ്ങയുടെ കൽപ്പനകൾ പഠിക്കാൻ എനിക്ക് അറിവ് നൽകണമേ. അമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്. അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെയാണ് ദാവീദ് ഇപ്രകാരം പറയുന്നത്: അവിടുത്തെ കരമാണ് എനിക്ക് രൂപം നൽകിയത്, എന്നാൽ അങ്ങയുടെ കൽപ്പനകൾ പഠിക്കാൻ എനിക്ക് അറിവ് നൽകണമെന്ന്. പലപ്പോഴും നമ്മൾ ചോദിക്കാത്ത കാര്യമാണ്, കർത്താവേ എനിക്ക് അറിവ് നൽകണമെന്ന്. നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് വലിയ അറിവുള്ളവരാണെന്ന്. നമ്മൾ അറിവുള്ളവരല്ല. ദൈവത്തെക്കുറിച്ച് അറിയണം, അറിയേണ്ടതറിയണം, ദൈവത്തെക്കുറിച്ച് അറിയണം. ഹല്ലേലൂയ. ഈ ലോകത്തിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൻ്റെതായതേ കിട്ടത്തുള്ളൂ. ദൈവത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗീയ ദാനങ്ങൾ കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുകയാണ്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ അനുഭവിച്ച സഹനങ്ങളിൽ ഒന്നാമത്തതാണ് ദുരിതങ്ങൾ. ആ ദുരിതം എനിക്ക് പലപ്പോഴും ആശ്വാസമായി മാറി. ആ ദുരിതം എനിക്ക് കുറേ കർത്താവിൻ്റെ വചനം പഠിക്കുവാനുള്ള അറിവ് ലഭിക്കുവാൻ കാരണമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ കർത്താവിൽ നിന്ന് പഠിക്കണം, കർത്താവിൻ്റെ അറിവ് നേടണം. ആയിരക്കണക്കിന് പൊന്മള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം. ഹല്ലേലൂയ. നിയമം. ആ നിയമം എന്താണ്? കൽപ്പന, ചട്ടങ്ങൾ, ഉടമ്പടി. ഇതാണ് കർത്താവിൻ്റെ ഉടമ്പടിയാണ് നിയമം. ഹല്ലേലൂയ. അപ്പം നമുക്ക് കർത്താവിൻ്റെ കൽപ്പനകൾ പഠിക്കുന്നവരായി മാറാം. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം യേശുവിൻ്റെ വചനത്തിൽ വളരണം, യേശുവിലായിരിക്കണം. യേശുവിന് അസാധ്യമായത് ഈ ഭൂമിയിൽ ഒന്നും തന്നെ ഇല്ല. സ്വർഗവും സ്വർഗാദി സ്വർഗവും തുറന്ന് അനുഗ്രഹം വർഷിക്കുന്ന സ്വർഗീയ പിതാവ് നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും ഇതോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും സ്വർഗത്തിൻ്റെ അപ്പൻ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം നമ്മൾ ഓരോ വ്യക്തികളോടും ഒപ്പം ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അന്വേഷിക്കുന്നവൻ അവിടുത്തെ കണ്ടെത്തും. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തെ കണ്ടെത്താൻ ഇടവരുത്തണം. ഹല്ലേലൂയ. യേശുവിനെ നമ്മൾ അന്വേഷിക്കുന്ന മക്കളാകണം, യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളാകണം. പ്രിയപ്പെട്ട മക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, സ്നേഹിതരെ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും, എൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന 9 സഹോദരങ്ങളും അവരുടെ മക്കളും കുഞ്ഞുമക്കളും ആര് തന്നെയായാലും, ഈ ലോകം മുഴുവനിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായാലും, ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളോ അനുഗ്രഹങ്ങളോ ഉണ്ടെങ്കിൽ ഈ വചനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. വചനത്തിൽ ജീവിക്കണം, വചനത്തിൽ വളരണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമുക്ക് തരുന്നത് പോലെ മറ്റാരും നമുക്ക് തരില്ല. കർത്താവ് കൽപ്പിക്കുന്നത് പോലെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനം വായിക്കുകയും ധ്യാനിക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന, ഇത് ഷെയർ ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഓരോ വ്യക്തി ജീവിതങ്ങളെയും മൂടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഈ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികളുടെയും മേൽ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.